VM സുധീരൻ KPCC പ്രസിഡന്റായതോടെ കോൺഗ്രസിൽ കഴിഞ്ഞ ഒരു ദശകത്തിനിടയിലെ ഏറ്റവും വലിയ ഉണർവാണ്. ഗ്രൂപ്പ് ഇല്ലാതായി എന്നതാണ് ഏറ്റവും വലിയ നേട്ടം. ഇങ്ങനെ ഒറ്റ തീരുമാനത്തിലൂടെ ഗ്രൂപ്പ് ഇല്ലാതാക്കുന്നത് ചെറിയൊരു മര്യാദകേടാണ്. ഗാന്ധിമാർഗം ശീലിച്ചതിനാൽ കോൺഗ്രസ്സുകാർ അതും സഹിച്ചു. ഗ്രൂപ്പ് രഹിത കോൺഗ്രസിലെ ഉണർവ് മുഖ്യമന്ത്രി മുതൽ 3 രൂപ അംഗത്വമുള്ളവർ വരെ ഏക മനസ്സാലെയാണ് ഏറ്റെടുത്തത്. പാർട്ടിയുടെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ബൂത്ത് തലം മുതൽ മുകൾത്തട്ട് വരെയുള്ള പാർട്ടി ഘടകങ്ങളെ വളരെ ഊർജ്ജസ്വലമാക്കി സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തയ്യാറെടുപ്പിലേക്കുള്ള ഒരു തുടർ നടപടി എന്ന നിലയിലാണ് നമ്മളിതിനെ കാണുന്നത്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ, പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ രമേശ് ചെന്നിത്തല 9 വർഷക്കാലം കോൺഗ്രസിന്റെ ചരിത്രത്തിലെ സുവർണ അധ്യായമാക്കി പോകുന്ന ശ്രീ രമേശ് ചെന്നിത്തലയെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ പ്രസിഡന്റ് ശ്രീ VM സുധീരൻ, ഉമ്മൻചാണ്ടിയും എന്റെ പോലുള്ളവരുമായുള്ള ബന്ധം സഹോദര ബന്ധമാണ്. പുതിയ പ്രസിഡന്റായി ചാർജ് എടുത്ത ശ്രീ സുധീരന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വിജയത്തിലേക്ക് പോകും എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഉമ്മൻചാണ്ടിയോടൊപ്പം കേരളത്തിലെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ, ഔദ്യോഗിക തലത്തിൽ പ്രവർത്തിക്കാൻ അവസരമുണ്ടായതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അടുത്ത കുറേ ദിവസങ്ങളായിട്ട് ഞാൻ എവിടെ ചെന്നാലും വാർത്തയല്ല, ചെന്നില്ലെങ്കിൽ വാർത്തയോട് വാർത്ത. ഇങ്ങനെ ഒരു ഭാഗ്യം വേറെ ആർക്ക് കിട്ടാന്? വിവാദപരമായ സ്റ്റേറ്റ്മെന്റുകൾ പരസ്യമായി പൊതുവേദികളിൽ നടത്തി പാർട്ടി പ്രവർത്തകരിലോ ജനങ്ങളിലോ ആശയക്കുഴപ്പം ഒരു കാരണവശാലും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ശ്രീ സുധീരൻ PCC പ്രസിഡന്റായി നിയോഗിച്ചു. അദ്ദേഹം വന്ന് ഞങ്ങൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി അദ്ദേഹത്തെ വ്യക്തിപരമായി ഞാൻ അഭിനന്ദിച്ചു. അദ്ദേഹത്തിന്റെ സഹകരണത്തിലും പ്രവർത്തനത്തിലും KPCC വളരെ വളരെ സന്തുഷ്ടരാണ്. ചാർജ് എടുക്കുന്ന സമയം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആ സമയത്ത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഔദ്യോഗിക കോൺഫറൻസ്, ആ കോൺഫറൻസ് കഴിഞ്ഞാൽ അന്നേരെ ഞാൻ അവിടെ വരുമെന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ ചെന്നു. പക്ഷെ ചെന്നത് വാർത്തയല്ല, ചെല്ലാത്തത് വാർത്തയായി. ഏതായാലും ഇങ്ങനൊരു വിമർശനം വന്നല്ലോ. വിമർശനം വന്ന നമ്മൾ ഏത് വിമർശനം വരുമ്പോഴും അത് ശ്രദ്ധിക്കുക, നമ്മൾ അവഗണിക്കുകയല്ല. അടുത്ത ദിവസം സ്വീകരണ യോഗം. എന്നോട് ആരും പറഞ്ഞില്ല, നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ ധരിക്കരുത്. പക്ഷേ ഞാൻ അറിഞ്ഞു. പക്ഷെ അറിയുന്ന സമയത്ത് ഞാൻ എറണാകുളത്തും മറ്റുമൊക്കെ പല യോഗങ്ങളിലേക്ക് ഞാൻ ഉച്ചയ്ക്ക് തന്നെ പുറപ്പെട്ടു. അത് വലിയ വാർത്തയായി. മൂന്നാഞ്ചേരിയായി കടന്നു വന്നിട്ട് വല്ല കാര്യവും. അപ്പൊ ഇത് കഴിഞ്ഞെങ്കിൽ ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. ഇന്നലെ നമ്മുടെ ബഹുമാനിയായ നേതാവ് സോണിയാജി വന്നപ്പോൾ ഞാൻ ചെന്നില്ല എന്നാണ്. അനാവശ്യമായ വിവാദങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മിനിയാന്ന് വൈകിട്ടാണ് പ്രോഗ്രാം കിട്ടുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പം ലക്ഷദ്വീപിലേക്ക് പോകുന്നു, യാതൊരു സ്വീകരണത്തിന് സമയമില്ല. ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അപ്പോഴേ വീട്ടിൽ വിളിച്ചു, സോണിയാജിയുടെ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടു. ഇവിടെ സ്വീകരണം ഉണ്ടോ, ഞാൻ വരേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ആവശ്യമില്ല. വീണ്ടും വിഭാഗീയതയുടെ ചില ലക്ഷണങ്ങളുണ്ട്, തുടരുന്നു. മഴ തീർന്നാലും മരം പെയ്യുന്നു എന്നൊരു ധാരണ വളർത്താൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത്. അതും വാർത്തയായി. ദയവായി ക്ഷമിക്കണം, അത് ദയവായി ക്ഷമിക്കണം. എനിക്ക് മറ്റൊരു മാർഗമില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയാം, കേരളത്തിലെ കോൺഗ്രസുകാർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ശ്രീ സുധീരന്റെ നേതൃത്വത്തിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കും. ഏതായാലും ഈ വിഷയം സംബന്ധിച്ച് ഒരു അതിൻ്റെ വസ്തുത നിജസ്ഥിതി പരിശോധിക്കാനുള്ള ഒരു നിർദ്ദേശമാണ്. ശ്രീമതി സോണിയാജിയുടെ, ശ്രീ രാഹുൽജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ
20 സീറ്റും നേടുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകണം. ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വലുത് പാർട്ടിയാണ്, പിന്നെ നമുക്ക് വലുത് രാജ്യമാണ്. ആ പ്രശ്നങ്ങളിൽ രാഷ്ട്രീയ അതിപ്രസരം വരാതെ CVM സുധീരന് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇന്ന് പുതിയ തത്വങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ നാം അതിനെ കരുതലോടുകൂടി നോക്കിയിരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. പാർട്ടിയിലും സർക്കാരിലും അഴിച്ചുപണിതും തിരികെ കയറ്റിയും കോൺഗ്രസ് വരുത്തിയ മാറ്റമൊന്നും CPIM-നെ അലട്ടുന്നില്ല. സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന കേരള രക്ഷാമാർച്ച് നാട്ടുനടപ്രകാരം മുന്നോട്ട് പോവുകയാണ്. വലിയൊരു കസേര മാറ്റത്തിൻ്റെ സൂചനയോടെയാണ് പിണറായിയുടെ പ്രയാണം. ആ കസേര ഇത് മാറ്റുന്നതാണ് നല്ലത്. ഈ കസേര ഒരു കസേല മാറ്റാട്ടെ ആദ്യത്തെ ദൃശ്യം. കൂടെ കളിക്കുകയും ചെയ്യും, കളി കുറഞ്ഞ പക്ഷം കണ്ടിരിക്കുകയെങ്കിലും ചെയ്യും. കേരള രക്ഷാമാർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് നിങ്ങളെല്ലാവരും ഇതിനകം വിശദമായി മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അഭിപ്രായങ്ങൾ കാച്ചി വിടുകയാണ്. അപ്പോൾ മാർച്ച് നല്ല നിലയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. കാച്ചി വിടുകയാണ്. ഒന്ന്, ജനങ്ങളുടെ പ്രതികരണം. അത് മാർച്ചിൽ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ പൊതുവെ ജനങ്ങളാകെ സ്വീകരിക്കുന്ന നിലയിലാണ്. അഭിപ്രായങ്ങൾ കാച്ചി വിടുകയാണ്. പൊതുവിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ പറയാനില്ല. കൂടുതൽ വിശദീകരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യങ്ങളെല്ലാം നാട്ടുകാർക്ക് അനുദിനം ബോധ്യപ്പെടുന്നുണ്ട്. പുതുപ്പള്ളിക്കാർക്ക് നേരത്തെ കാര്യങ്ങൾ അറിയാമെന്നതിനാൽ അതുവഴി ജാഥ പോയതേയില്ല. എന്നാൽ എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ഒഞ്ചിയത്തുകാർക്കും VS-നും കാര്യങ്ങളറിയാൻ CBI-യോട് വരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സർക്കാർ. ഓരോരോ യോഗം. ഞാൻ തരാം, നോക്കിയിട്ട് തരാം. ഞങ്ങളുടെ കേരള രക്ഷാമാർച്ച് ആരംഭിച്ചതിന് ശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അതിൽ ഞങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണെന്ന് ഇന്ന് സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുടെ തീരുമാനത്തിലൂടെ വ്യക്തമായി കഴിഞ്ഞു. എടച്ചേരി പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 85/2014 നമ്പരായി ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു. പ്രസ്തുത അന്വേഷണത്തിൽ വെളിവായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ശുപാർശ ചെയ്യുകയുണ്ടായി. ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് ഒരു ഗൂഢാലോചനയുടെ പുകമറ പരത്തി CPIM-നെ വേട്ടയാടാനുള്ള നീക്കമായിരുന്നു. ജയിലിനുള്ളിലെ CCTV ദൃശ്യങ്ങളും മൊബൈൽ ഫോൺ കോൾ റെക്കോർഡുകളും പരിശോധിച്ചതിൽ കൊഫപോസ കേസിൽ ഇപ്പോൾ കരുതൽ തടങ്കലിൽ കഴിയുന്ന ഫയാസും CPM പാർട്ടി നേതാവ് P. മോഹനും കൊലപാതക സംഘവുമായി കൊലപാതകത്തിന് മുൻപും ശേഷവും അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായി സൂചിപ്പിക്കുന്നു. അതെ, ഫയസുമായിട്ടുള്ള ബന്ധം ഉമ്മൻചാണ്ടിക്കാണല്ലോ. ഫയസുമായിട്ട് ഉമ്മൻചാണ്ടിയാണല്ലോ കാറിലിരുത്തി 1 മണിക്കൂറോളം സംസാരിച്ചത്. അല്ല, അങ്ങനെ പറയുന്നത് ശരിയല്ല. അരമണിക്കൂറാണെന്ന് തോന്നുന്നു. എന്തേ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പം അദ്ദേഹം പോകുമ്പോൾ കാറ് വഴിക്ക് നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ അവിടെ ഇരുന്നിട്ട് സംസാരിക്കാൻ മാത്രം ബന്ധം എന്താണ്? അതല്ലേ അന്വേഷിക്കേണ്ടത്. ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ ജയിലിനുള്ളിലെ മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് ഉപയോഗം എന്നിവ പ്രതികൾക്ക് ഉന്നതതല രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ സൂചനയാണ്. CPM നേതാക്കളെ കള്ളക്കേസിൽ പെടുത്തണം. ആയതിനാൽ മറ്റൊരു ഏജൻസി കേരളത്തിനകത്തും പുറത്തുമായി അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതാണ്. ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ മോഹനം മാസ്റ്ററുടെ അടുത്ത് അന്വേഷണ ഏജൻസിയിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവര് വലിയ തോതിൽ
ഭീഷണി ഉപയോഗിക്കുന്ന നിലപാട്. അതിൽ വേണ്ടിയിരുന്നത് പോലീസുകാർ പറഞ്ഞത്, നിങ്ങളിതിലൊന്നും ഉള്ളയാളല്ല, നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം, നിങ്ങൾ SS പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ SS എന്ന് പറയുന്നൊരു പ്രയോഗം ഞങ്ങളുടെ ഇടയിൽ സാധാരണ ഇല്ല. അപ്പോൾ അയാൾ ചോദിച്ചു, ആരാ SS ആരാണ്? അത് സ്റ്റേറ്റ് സെക്രട്ടറിയെ പറഞ്ഞാൽ മതി. ഇല്ല, അങ്ങനൊന്നുമില്ല. എന്തായിരുന്നു ഉദ്ദേശം? പ്രതികളുടെ അറസ്റ്റിൽ ചില ഉന്നത CPM നേതാക്കൾ പ്രകടിപ്പിക്കുന്ന അസഹിഷ്ണുതയും എതിർപ്പും ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളും CPIഎമ്മിന് ഭയമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഫോൺ സംഭാഷണങ്ങളും കൊലപാതകത്തിന്റെ പിന്നിൽ ഉന്നത ഗൂഢാലോചന ഉണ്ടെന്നതിനുള്ള സൂചനയാണ് നൽകുന്നത്. അന്ന് കുരുവിള ജോൺ എന്ന IPSകാരനായിരുന്നു ആ ടീമിന്റെ തലവനായിട്ട് അവിടെ ഉണ്ടായത് എന്നാണ് മോഹനൻ മാസ്റ്റർ പറഞ്ഞത്. കുരുവിള ജോണിന് പിണറായി വിജയനോട് പ്രത്യേകിച്ച് വിരോധമൊന്നും ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിരോധമില്ലായ്മ മാത്രമേ ഉണ്ടാവും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കേരള പോലീസിന് ഒരു കഴിവുകേടുമില്ല. കേരള പോലീസ് ആദ്യത്തെ കേസ് അന്വേഷിച്ച എല്ലാ ആളുകളെയും, ഈ പ്രതികളെയും 120BU ഒക്കെ അവർക്ക് തെളിയിക്കാവുന്നത് തെളിയിച്ചു. അതിനുശേഷം വന്ന ഒരു പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടി സ്വീകരിച്ചതിനകത്ത് ഒരു അപാകതയില്ല. ഇവിടെ നേരത്തെ തെരഞ്ഞെടുപ്പുകളുടെ ഘട്ടത്തിൽ ലാവ്ലിൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പുറപ്പെട്ടത്. അത് ചീറ്റിപ്പോയി. രക്ഷിക്കപ്പെടും, സംശയമൊന്നും വേണ്ട. അങ്ങനെ വന്നപ്പോൾ മറ്റേതെങ്കിലും തരത്തിൽ CPIഎമ്മിനെ പ്രതിക്കൂട്ടിലാക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അല്ല, പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ ഉന്നതനായ രാഷ്ട്രീയ നേതാവാണ്, കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ പോലെ ഉന്നതനായ ഒരു നേതാവ് ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചാൽ അത് ഗൗരവത്തിലെടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ് ചുമതലയാണ്, ഉത്തരവാദിത്തമാണ്. അത് ഞാൻ നിറവേറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അത് വളരെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണത്. രഹസ്യമായിട്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം അതിന് മറുപടി. TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന അച്യുതാനന്ദൻ പറഞ്ഞത് ഞങ്ങൾക്കൊരു ഭയപ്പാടുമില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഞാൻ വേണേൽ കത്തിൻ്റെ കോപ്പി തരാം. ക്ലിയറാ, ഞാൻ പറയട്ടെ, അയാൾ രഹസ്യമായിട്ട് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാം. പ്രകോപിപ്പിക്കണ്ട. ഉത്തരമില്ല എന്നല്ല, രഹസ്യമായിട്ട് പറയേണ്ട കാര്യം രഹസ്യമായിട്ടല്ലേ പറയാൻ പറ്റും. ഇതൊരു ഞാൻ കത്തിന് കോപ്പി തന്നിട്ട് ഞാൻ കത്തിന് കോപ്പി തരാം. CPIഎമ്മിന് ഭയമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. CPIഎമ്മിന് ഭയമില്ല എന്ന് പറഞ്ഞല്ലോ. മഹത്വം ആർജിക്കാൻ ആഗ്രഹിക്കുന്ന പൊതുസേവകരുടെ തുറന്ന പുസ്തകത്തിൽ ഇനി ആരും കോറിയിടില്ലെന്ന പ്രതീക്ഷയോടെ ഇന്നത്തേക്ക് വിട.